ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡ്രീം ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ജാക്കറ്റ് ദുപ്പട്ടയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിനാകെ ആവശ്യമായിട്ടുള്ള മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 2 മെഷർമെൻറ്റ്സ് ആണ്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മൾ ഷോൾഡർ, ഈ ഒരു വശം തുടങ്ങി ഈ ഒരു അറ്റം വരെ ബാക്കിലാണ് നമ്മൾ ഷോൾഡറിൻ്റെ അളവെടുക്കാമെന്ന് എല്ലാവർക്കും അറിയാലോ. ഷോൾഡറിൻ്റെ അളവാണ് ആദ്യം തന്നെ വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ജാക്കറ്റ് ദുപ്പട്ടയാണല്ലോ. അപ്പോൾ ജാക്കറ്റായിട്ട് ഇടുമ്പോൾ നമ്മുടെ ദുപ്പട്ടയ്ക്ക് എന്തോരം ഇറക്കം വേണം എന്നുള്ളതാണ് നമുക്ക് വേണ്ട അളവ്. ആ ഇറക്കം എന്ന് പറയുന്നത് ഷോൾഡർ തുടങ്ങി നമുക്ക് എന്തോരം ലെങ്ത്ത് വേണോ അത്രയും വരെ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഷോൾഡർ തുടങ്ങിയിട്ട് മുട്ടിൻ്റെ താഴെ വരെയുള്ള ലെങ്ത്താണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ലെങ്ത്ത് എടുക്കാം. അപ്പോൾ ഈ 2 മെഷർമെൻറ്റ്സ് ആണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ്ങിന് ആവശ്യം. വേറെ ഒരു മെഷർമെൻറ്റ്സും ആവശ്യമില്ല. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ എൻ്റെ മെഷർമെൻ്റ് എടുത്തിരിക്കുന്നത് ഷോൾഡർ 14 ഇഞ്ച്, ലെങ്ത്ത് 39 ഇഞ്ച്. ആവശ്യമായ തുണി എന്ന് പറയുന്നത് വീതി വന്നിട്ട് ലെങ്ത്തിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 40 ഇഞ്ചാണ് വേണ്ടത്. നീളം വീതിയുടെ ഇരട്ടി 40ൻ്റെ ഇരട്ടി 80 ഇഞ്ചാണ് വേണ്ടത്. ഞാനിവിടെ ന്യൂസ് പേപ്പറിലാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇഞ്ചിന് പകരം സെൻറ്റിമീറ്റർ ആയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ 80 ഇഞ്ച് നീളത്തിലും 40 ഇഞ്ച് വീതിയിലും ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചല്ല സെൻറ്റിമീറ്ററിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ. അപ്പോൾ ന്യൂസ് പേപ്പറിൽ കറക്റ്റായിട്ട് അത്രയും നീളം കിട്ടാത്തതുകൊണ്ട് ഞാനിവിടെ 2 പേപ്പർ കൂട്ടി ഒട്ടിച്ചിട്ടാണ് അത്രയും ആക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ദേ 60 ഇഞ്ചാണ് നമ്മുടെ സ്കെയിലിൻ്റെ 61 ഇഞ്ചാണ്. 60 ഇഞ്ച് കഴിഞ്ഞ് പിന്നെ 20 ഇഞ്ചും കൂടി എടുത്ത് അങ്ങനെ 80 ഇഞ്ച് നീളവും 40 ഇഞ്ച് വീതിയിലും ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ 2 ആക്കി ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരൊറ്റ ഫോൾഡിങ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. അതായത് തുണിയെ 2 ആക്കി മടക്കാം. നമ്മൾ 80 ഇഞ്ച് നീളം എടുത്ത ആ ഒരു ഭാഗം മടക്കി 40 ഇഞ്ച് ആക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഫോൾഡ് ചെയ്ത വശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നല്ല രീതിക്ക് അമർത്തി ഫോൾഡ് ചെയ്യുന്നുണ്ട്. പേപ്പർ ആയതിൻ്റെ പേരിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തുണി ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റ് 2 ആയിട്ട് ഫോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ശേഷം നമ്മുടെ ഷോൾഡറിൻ്റെ അളവിൽ നിന്ന് 2 ഇഞ്ച് കുറയ്ക്കുക. 14 2 ഇഞ്ച് കുറച്ചാൽ 12.5 ഇഞ്ച്. അതിൻ്റെ പകുതി 6.25 ഇഞ്ച് നമുക്ക് ഇവിടെ നിന്നായിട്ട് മാർക്ക് ചെയ്യണം. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 40 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. 40 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ ലെങ്ത്ത് 30 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയത്. അംബ്രല്ല സ്കർട്ടിനും ഫ്രോക്കിനും ഒക്കെ കട്ട് ചെയ്യുന്ന പോലെ ഇതുപോലെ 40 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ചെയ്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. അവിടെയാണ് നമ്മൾ ലേസ് വെക്കുന്നത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. കട്ട് ചെയ്തതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെയാണ് കേട്ടോ നമ്മൾ ലേസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഒരു 6.25 ഇഞ്ചാണ് മാർക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ താഴത്തോട്ട് നമ്മൾ 12.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യണം. കാരണം അവിടെ ഫോൾഡിങ് വരുന്നില്ലല്ലോ. നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്താണ് 6.25. ഫോൾഡ് ചെയ്യാത്ത വശത്ത് 12.25 അടയാളം, 12.25 അല്ല 12.5 മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു നെക്കൊക്കെ അടയാളപ്പെടുത്തുന്ന പോലെ അടയാളപ്പെടുത്തിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. ഞാൻ ആദ്യം 6.25 തന്നെ അടയാളപ്പെടുത്തി നമ്മൾ അംബ്രല കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് പോയി. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ 12.5 മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ താഴത്തോട്ട് മാർക്ക് ചെയ്യുമ്പോൾ 12.5, ആ മുകളിലൊരു 1 ഇഞ്ച് വിട്ടിട്ട് വേണം കേട്ടോ. ആ ലേസിൻ്റെ ആ ഒരു പാർട്ട് കൂട്ടാണ്ട് വേണം നമ്മൾ 12.5 കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കിട്ടുന്നത് ഇതുപോലെയാണ്. ഈ ഒരു സൈഡിൽ നമ്മൾ ലേസ് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ദുപ്പട്ടയിൽ ലേസല്ല, ബീഡ് വർക്കാണ്. ആ സൈഡിൽ ഹെവി ബീഡ് വർക്കും നെക്ക് പോലുള്ള ഭാഗത്ത് സിമ്പിളായിട്ടൊരു ബീഡ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിത് ഫുള്ളായിട്ട് ലേസാണ് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് കഴിയാൻ വേണ്ടിയാണ് ലേസ് കൊടുത്തത്. ഈ ഒരു സൈഡിലായിട്ടും ഞാൻ ലേസ് കൊടുത്തിട്ടുണ്ട്. അടിയിലായിട്ട് താഴ്ഭാഗത്ത് റോളായിട്ട് ലോക്ക് ചെയ്ത് അടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യേണ്ട ഒരു മടിക്കാണ് ലേസ് തന്നെ വെച്ച് കൊടുത്തത്. അപ്പോൾ ആ ഷാള് ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാലേ 4 ഭാഗത്തും ഷാളിൻ്റെ 4 ഭാഗത്തും ലേസ് വെച്ച് അടിച്ചു. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. 6.5 12.5 ഇഞ്ചിൽ 12.5 അല്ല, ഞാൻ ഇവിടെ ഇത്തിരി കൂടുതലും എടുത്തു പോയി. അപ്പോൾ തെറ്റിയെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ലാസ്റ്റ് അതൊക്കെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോയിൽ ആ ഷാൾ ഇട്ടിട്ട് ഞാൻ വീഡിയോ കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കാട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ചൊന്നും ചെയ്ത് കൊടുത്തില്ല. പകരം ഒരു ലാമ്പ് വെച്ച് ഉരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. ലാമ്പ് വെച്ച് ഉരുക്കി കഴിഞ്ഞാൽ നൂലൊന്നും വലിഞ്ഞ് വരത്തില്ല. അതിനുശേഷം സൈഡിൽ ലേസ് വെച്ച് അടിച്ചു കൊടുക്കുകയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ ചെയ്തത്. അപ്പോൾ സ്ക്വയറായിട്ടാണ് ഞാൻ ആദ്യം ഷാൾ എടുത്തത്. നമ്മൾ അംബ്രല പോലെ ഒന്നും കട്ട് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് മിസ്റ്റേക്ക് മനസ്സിലായതും ഞാൻ
സൈഡൊക്കെ കട്ട് ചെയ്ത് അംബ്രല പോലെ ആക്കിയതും പിന്നീടായിരുന്നു. അതുകൊണ്ടാണ് തുണിയിൽ കട്ട് ചെയ്യുന്ന വീഡിയോ കാണിക്കാണ്ട് ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്യുന്ന വീഡിയോ കാണിച്ചത്. ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്യുന്ന മെഷർമെൻറ്റ്സൊക്കെ കറക്റ്റാണ്. ഇതിൽ ഞാനൊരു ഊഹം വെച്ചാണ് ചെയ്തത്. ന്യൂസ് പേപ്പറിലെ മെഷർമെൻറ്റ് കറക്റ്റാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.